ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വീക്കെൻഡാണ്, സാറ്റർഡേ ആണ് കേട്ടോ. അപ്പം കുറച്ച് ക്ലീനിങ് ഡേ. എനിക്ക് സാറ്റർഡേ എന്ന് പറഞ്ഞാൽ മെയിൻലി ക്ലീനിങ് ഡേ ആണ്. ഒരു മിനിറ്റ് കേട്ടോ, കുറച്ച് സൗണ്ട്. ഓക്കെ, എനിക്ക് സാറ്റർഡേ എന്ന് പറഞ്ഞാൽ മെയിൻലി ക്ലീനിങ് ഡേ ആണ് കേട്ടോ സാറ്റർഡേ. കാരണം എനിക്ക് സാറ്റർഡേ ക്ലീൻ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല. ഇവിടെ നമുക്ക് അധികം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പം നമ്മളുള്ളത് ഹൈദരാബാദിലാണ് കേട്ടോ നമ്മൾ. അപ്പോൾ ഇവിടെ എനിക്കറിയില്ല എല്ലായിടത്തും കാര്യമില്ല, പക്ഷേ ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഇവിടുത്തെ എല്ലാ അപ്പാർട്ട്മെൻറ്റ്സിലും അവർ തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അവർ തന്നെ ആളെ വിറ്റാണ് എല്ലാ റൂംസും ഡെയിലി അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളുടേതായ സാധാരണ സാമഗ്രികളൊക്കെ നമ്മൾ അടുക്കി വെച്ചൊന്ന് സെറ്റാക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ നല്ലതായിട്ട് തന്നെ കേട്ടോ അവരെല്ലാ ദിവസവും നന്നായിട്ട് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ഏരിയ ഒന്നുമില്ല ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ പൂനെയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പം പെട്ടെന്ന് കിട്ടാനായിട്ട് പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം കിട്ടിയത് ഇങ്ങനെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ്. പിന്നെ ഫുള്ളി ഫർണിഷ്ഡ് ആയതുകൊണ്ട് നമുക്ക് വേറെ സാധനങ്ങളൊന്നും വാങ്ങിച്ച് അങ്ങനെയൊന്നും സെറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ എടുത്തതാണിത്. എന്താണ് പറയുക, അതെ, അതുകൊണ്ട് സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യാനാണെങ്കിലും അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് കുക്കിങ് ഞാൻ അത്ര കാര്യമായിട്ട് ഉണ്ടാക്കി വെക്കുന്നില്ല. കാരണം എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് അത്ര ഇതാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇപ്പം എന്തായാലും ഫസ്റ്റ് തന്നെ ഇതൊക്കെ നമ്മുടെ ബെഡ്ഷീറ്റും ഇതൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഞാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നത്. പിന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഇവിടെ ടേബിളുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ എനിക്ക് കുറച്ച് ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്. അവിടെയാണ് മെയിനായിട്ട് നമ്മുടെ ഒരു ഡ്രസ്സിങ് ടേബിളിൻ്റെ ഏരിയ ആണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വൃത്തികേടായിട്ട് എപ്പോഴും അലങ്കോലമായിട്ട് കിടക്കുന്ന ആ ഒരു ഏരിയ ആണ് കേട്ടോ. അതൊന്ന് ക്ലീൻ ആക്കണം. പിന്നെ നല്ലൊരു കോഫിയല്ല, ഓക്കെ, എന്തെങ്കിലും കോഫി എന്തെങ്കിലും ഇട്ടിട്ട് കുടിക്കണം കേട്ടോ. കാരണം നല്ലൊരു ക്ലൈമറ്റാണ്. എന്താണെന്ന് വെച്ചാൽ മഴയുണ്ടോയെന്ന് ചോദിച്ചാൽ മഴയില്ല, എന്നാൽ വെയിലാണോ എന്ന് ചോദിച്ചാൽ വെയിലുമല്ല. ഒരു മൂടിയ ക്ലൈമറ്റാണ് കേട്ടോ. അപ്പം മഴക്കാലമൊക്കെ തുടങ്ങിയെങ്കിലും അത്രയ്ക്ക് മഴയൊന്നുമില്ല, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ക്ലൈമറ്റ് നന്നായിട്ട് രസമുണ്ട്. അപ്പം ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി. ഇനിയിപ്പം വൈകിട്ട് വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം. പിന്നെ നാളെ സൺഡേ ആയിട്ട് പ്രത്യേകിച്ച് പ്ലാൻ എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇനിയുള്ള എല്ലാ ദിവസവും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇടാനായിട്ട് നോക്കാം. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് മടിയാട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടും എഡിറ്റ് ചെയ്യാനുള്ള അറിവ് വളരെ കുറവായതുകൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഏട്ടനും കൂടെ ഹെൽപ്പ് കിട്ടിയിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏട്ടനെ കൂടുതലും സമയം കിട്ടില്ല. സൺഡേ ഇതിൽ പിടിച്ചിരുത്താൻ പറ്റില്ലല്ലോ. ഏട്ടൻ ആകെ ഫ്രീ ആവുന്ന സൺഡേ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ. അപ്പം ഞാനിനി എന്തായാലും എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇടാൻ പോവാണ്. അതിപ്പം എന്തെങ്കിലും അതിനകത്ത് മിസ്റ്റേക്സോ അതുണ്ടെങ്കിൽ കാണുമ്പോഴത്തേക്കും അതിൽ കമൻറ്റ് ചെയ്യോ എന്തെങ്കിലും ചെയ്താൽ ഞാൻ അതനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാം കേട്ടോ. കാരണം അല്ലാതെ നമുക്കിപ്പം നമ്മൾ ചെയ്തിട്ടല്ലേ പഠിക്കത്തുള്ളൂ. അല്ലാതെ എല്ലാവരും എല്ലാം പഠിച്ചിട്ടൊന്നും അല്ലല്ലോ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് ഒരു കോഫി ഉണ്ടാക്കാം കേട്ടോ. കോഫി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മളുടെ ഡ്രസ്സിങ് ടേബിളിൻ്റെ ഈ ഒരു ഏരിയ വരുന്നത്. ഇത് ഫുൾ ഞാൻ പറഞ്ഞില്ലേ, കംപ്ലീറ്റ് അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇന്ന് രാവിലെ നമ്മൾ ഒരു കുഞ്ഞ് പ്രെയർ ഏരിയ, നമുക്ക് വേറെ സ്പേസ് ഇല്ല. അപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രസ്സിങ് ടേബിളിൻ്റെ താഴത്ത് കഴിഞ്ഞ് ഇവിടെ നമുക്കൊരു ബേ വിൻഡോ ഉണ്ട്. റൂം ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് കണ്ടോ, ഇവിടെ എല്ലാം ഒന്ന് അലങ്കോലമായി കിടക്കുകയാണ്. ബെഡൊക്കെ ഫുള്ള് വിരിച്ചിടാനുണ്ട് കേട്ടോ. ഷീറ്റ് എടുത്തപ്പോഴത്തേക്ക് ഞാൻ കംപ്ലീറ്റ് അങ്ങനെ തന്നെ കിടക്കുകയാണ്. പിന്നെ അവിടെയാണ് നമുക്ക് കിച്ചൺ വരുന്നത്. അത് ഞാൻ കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അവിടെ നമുക്കൊരു TV യൂണിറ്റ് ഉണ്ട്. ഇത് വന്നിട്ട് നമുക്ക് ബാൽക്കണി ഡോറാണ് കേട്ടോ. ബാൽക്കണി ഡോറും അത് നമുക്ക് വാഷ്റൂമും അങ്ങറ്റത്ത് നമുക്ക് വരുന്നത് വാർഡ്രോബാണ് കേട്ടോ. അതൊരു വാക്ക് ഇൻ വാർഡ്രോബ് പോലെ ഓപ്പൺ ആയിട്ട് അങ്ങനെ വന്നിരിക്കുന്നത്. ഇത് ബാൽക്കണി എൻ്റെ ഷോർട്സിലൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാൽക്കണി. ഇവിടെ എന്തായാലും നല്ല രസം. നമ്മളുടെ ഒരു കോർണർ ആയിട്ടാണ് നമ്മളുടെ റൂം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ. ബാക്കിയുള്ള റൂമുകളിലൊന്നും ഇത്ര ഓപ്പൺ അല്ല ബാൽക്കണി വരുന്നത്. പിന്നെ അതവിടെ നമ്മളുടെ വാഷിംഗ് മെഷീൻ ഉണ്ട്. നമുക്ക് കുറച്ച് പാത്രം ക്ലീൻ ചെയ്തിടാനായിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കുറച്ച് 2-3 പാത്രം ഇരിക്കുന്നുണ്ട് കേട്ടോ. അതും ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കോഫിയും കൂടെ ഉണ്ടാക്കിയിട്ട് വെക്കണം. കോഫി ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച്
കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയിടാനായിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ. അപ്പോൾ അതും കൂടെ ചെയ്ത് വെക്കാമെന്ന് ഓർത്തു. അങ്ങനെ പാലൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ചു. ഞാനിങ്ങനെ അളന്നിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് അതിൻ്റെ തന്നെ ഹാഫ് വെള്ളവും പിന്നെ ഹാഫ് പാലും അങ്ങനെ എടുക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചുകൂടെ കുറച്ചു കേട്ടോ. ഞാൻ പാല് വളരെ കുറച്ചിട്ട് ഒരു 1/4 ഭാഗം പാലേ എടുക്കത്തുള്ളൂ. ബാക്കി ഫുള്ള് വെള്ളം എടുത്തിട്ടാണ് കേട്ടോ ഇടുന്നത്. കാരണം അത്രയും ഓൾറെഡി നമ്മൾ സ്ലിം മിൽക്കാണ് മേടിക്കുന്നത്. അത് കൂടാതെ ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് കുറച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. കാരണം എന്താ പറയുക, കൊഴുപ്പ് കുറച്ച് കൂടുമോ എന്നൊക്കെ അങ്ങനെയൊക്കെ പേടിച്ചിട്ട് കേട്ടോ. എത്രയാണെന്ന് പറഞ്ഞാലും പാലിനകത്ത് ഫാറ്റ് ഉണ്ടാവും. അപ്പം കുറച്ചും കൊണ്ട് കുറച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മധുരം ഇടാതെ കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ ഹോർലിക്സ് ഇട്ടാണ് കുടിക്കുന്നത്. പക്ഷേ മധുരം എടുത്തില്ല, പഞ്ചസാര ഒന്നും എടുത്തില്ല. പിന്നെ എനിക്ക് നാളത്തേക്ക് ഇനിയിപ്പം ഈ ഒരു ആഴ്ചത്തേക്ക് ഞാൻ എല്ലാം സൺഡേസിൽ ഞാൻ ഒരാഴ്ചത്തേക്കുള്ള എല്ലാം മീൽസ് എല്ലാം കറക്റ്റ് ഓൾറെഡി ഒന്ന് സെറ്റാക്കി വെക്കും കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഫ്രഷ് ടു ഹോമിൽ നിന്നാണ് ഇപ്പം ഫിഷൊക്കെ ഓർഡർ ചെയ്യുന്നത്. ഫിഷ് നമുക്ക് അല്ലെങ്കിൽ ഇവിടെ അടുത്ത് ലുലുവിൽ പോകണം. ലുലുവിൽ കുറച്ച് ദൂരം പോകേണ്ടത് കൊണ്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് പോവുകയാണെങ്കിൽ മാത്രം മേടിക്കും, ഇല്ലെങ്കിൽ ഫ്രഷ് ടു ഹോമിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് പതുക്കെ ഇപ്പോൾ ക്ലീനിങ്ങിലേക്ക് കിടന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ടേബിളൊക്കെ ആദ്യം തന്നെ ഡ്രസ്സിങ് ടേബിൾ ക്ലീനാക്കി. പിന്നെ നമ്മുടെ ബെഡ് ക്ലീനാക്കുക എന്നുള്ള പരിപാടിയായിരുന്നു. ഓൾറെഡി ഷീറ്റ് മാറ്റിയിട്ടു കേട്ടോ. പിന്നെ പില്ലോ കവർ ഞാൻ എന്നും എല്ലാ ആഴ്ചയും മാത്രമേ ചേഞ്ച് ചെയ്യാറുള്ളൂ. ഇതിപ്പം ഒരു 3 ദിവസം കൂടി ഷീറ്റിൽ കുറച്ചൊന്ന് ചെളി ആയതുകൊണ്ട് ചേഞ്ച് ചെയ്തതാണ് കേട്ടോ. അപ്പം അതൊക്കെ ചെയ്ത് വെച്ചു. ഇനിയിപ്പം പതുക്കെ അടുത്തടുത്ത പരിപാടിയിലേക്ക് കിടക്കും. ഹലോ, അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഓൾമോസ്റ്റ് നല്ല ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡ്രസ്സ് മാത്രം വാഷ് ചെയ്തത് എടുത്തിട്ടാൽ മാത്രം മതി കേട്ടോ. ഒരു 20 മിനിറ്റ് മാക്സിമം 30 മിനിറ്റ് കൊണ്ട് എല്ലാ പരിപാടിയും കഴിയും. കാരണം അത് ഒറ്റ റൂം മാത്രം ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നല്ല പണിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ തൂക്കുക തുടക്കിയ പരിപാടി ഒന്നും ചെയ്യേണ്ട. അതിന് കുറച്ച് കഴിയുമ്പം ഒരു പയ്യൻ വരും കേട്ടോ. അവൻ ആണ് തൂത്ത് തുടച്ചൊക്കെ ഇടുന്നത്. ആ കൊച്ചവൻ ചില ദിവസം, ഇന്നലെ അവൻ വന്നില്ല. അവന് ചില ദിവസം ഭയങ്കര മടിയാണ് കേട്ടോ, അവൻ വരത്തില്ല. ഇന്നിപ്പം ഞാൻ താഴെ നമ്മളുടെ അപ്പാർട്ട്മെൻറ്റ് നോക്കാനായിട്ട് ഒരാളുണ്ട് കേട്ടോ, ഓണറല്ലാതെ ഒരാളുണ്ട് താഴെ. അപ്പം ഞാൻ ആളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു അവൻ ഇന്നലെ വന്നിട്ടില്ല. അപ്പോൾ അവൻ ഇന്നലെ വന്നു. ചില ദിവസം അവൻ ചില റൂമാണെന്നറിയാം, അവൻ ഓർഡറിലല്ല ചെയ്യുന്നത്. അപ്പോൾ അവനങ്ങ് വിട്ടുപോകും. അവൻ പെട്ടെന്ന് ചെയ്തിട്ട് പോകുന്ന, പക്ഷെ ക്ലീനായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്, നല്ല നീറ്റായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ചെറിയ ഉടായ്പ് ചെറുക്കൻ്റെ കയ്യിലുണ്ട്, അവനെ ഒന്ന് പിടിക്കണം. അതുകൊണ്ട് ഏട്ടൻ ഇന്ന് രാവിലെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അവൻ്റെ അടുത്ത് ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ വിളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഏട്ടൻ ഓൾറെഡി ടെക്സ്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു അവൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ പിള്ളേരല്ലേ, ചെറിയ ചെറിയ ഉടായ്പൊക്കെ കാണിക്കുന്നുണ്ട്. അവൻ ആ സമയത്ത് ഫോണിൽ നോക്കാൻ എന്തെങ്കിലും ഗെയിം കളിക്കാനൊക്കെ ആയിരിക്കും. ഒത്തിരി പ്രായമൊന്നുമുള്ള പയ്യനല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനിപ്പോൾ വന്ന് ക്ലീൻ ചെയ്യും. അതുകൊണ്ട് ആ പ്രശ്നമില്ല. അപ്പോൾ ബാക്കിയെല്ലാം ഞാനൊന്ന് സെറ്റാക്കി. ഞാൻ ഫുള്ള് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ റൂം. ഇതാണ് കേട്ടോ നമ്മുടെ റൂം വരുന്നത്. ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റാണ് നമുക്ക് വരുന്നത്. ഇതിപ്പോൾ ഞാനിപ്പം കയറുന്ന നമ്മളുടെ കൊറിഡോറിൻ്റെ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ മെയിൻ ഡോറിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ കയറി വരുമ്പോഴേ ലെഫ്റ്റിൽ നമുക്ക് ഇങ്ങനെ കിച്ചണാണ് കേട്ടോ. ഇത്രയും ഒരു ഏരിയ കിച്ചൺ വരുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് രണ്ടുപേർക്കും ഇത് വളരെ അധികം നല്ല ഓക്കെയാണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഈ ബാഗ് ഞാൻ അടുക്കാത്തതല്ല കേട്ടോ, അത് വണ്ടിയിലെടുത്ത് വെക്കേണ്ട. അപ്പോൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. കാരണം നമ്മൾ സാധനമൊക്കെ വാങ്ങാൻ പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കടയിൽ നിന്ന് കുറേ ഒന്നും കവർ വാങ്ങുന്ന പരിപാടിയൊക്കെ ഞാൻ നിർത്തി. ഇപ്പം ഞാൻ കവറെടുത്ത് വണ്ടിക്കകത്തിട്ട് കേട്ടോ, പൈൻ വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. പിന്നെ ഇതിവിടെ തന്നെ ഡൈനിങ് ടേബിൾ കേട്ടോ, 2 സീറ്റർ ഡൈനിങ് ടേബിളാണ് ഇത്. എനിക്ക് തോന്നുന്നു ഫിക്സ്ഡ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇടയ്ക്ക് നിരങ്ങാറുണ്ട് കേട്ടോ. ഫിക്സ്ഡ് ഒന്നുമല്ല, പക്ഷേ ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് അത് നീങ്ങാത്തതാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ കിച്ചൺ. അപ്പം ഫസ്റ്റ് കിച്ചണാണ്. പിന്നെ ഇങ്ങനെ ഒരു റൂം അത്രയേ ഉള്ളൂ. പിന്നെ റൈറ്റ് സൈഡിൽ കയറി വരുമ്പോഴേ ഈ റൈറ്റ് സൈഡിലാണ് നമ്മളുടെ നമുക്ക് വാർഡ്രോബ് അല്ല ഇങ്ങനെ ഉള്ളിലേക്ക്, പക്ഷേ അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഇവിടെ കുറച്ച് അടുക്കാനായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ട്രോളി സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടൻ്റെ കുറേ സേഫ്റ്റി ഇഷ്യൂസോ എന്തൊക്കെയോ സംഭവങ്ങൾ. ഓക്കെ, എന്തായാലും അത് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. ഒരു ദിവസം വൃത്തിയാക്കിയതിന് ശേഷം അതായിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതാണ് കേട്ടോ റൂം. പിന്നെ വരുമ്പോഴേക്കും ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട് നമുക്ക്. പിന്നെ ഇവിടെ TV യൂണിറ്റ്, നമ്മുടെ ബെഡിന് നേരെയാണ് TV യൂണിറ്റ്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് മൂവി സെറ്റപ്പ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നേരെ കിടക്കുക, TV കാണുക. ഇതാണ് കേട്ടോ നല്ല വലിയ നമ്മളുടെ ഒരു കിങ് സൈസ് ബെഡൊക്കെ തന്നെയാണ്, ഒക്കെ സെറ്റാണ്. പിന്നെ അവിടെ ബെഡിനോട് ചേർന്നിട്ടൊരു ജസ്റ്റ് ഒരു ടേബിള്,
അവിടെ ഞാൻ ബെഡിലിട്ട് തന്നെയാണ് അയൺ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയയിൽ നമുക്ക് അത്ര സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇട്ട് അയൺ ചെയ്യുന്നതുകൊണ്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അയൺ ബോക്സും. പിന്നെ ഈ ഒരു ചെയറുണ്ട് കേട്ടോ. പിന്നെ അതാ ഇവിടെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു ബേ വിൻഡോ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മാക്സിമം അവിടെയാണ്, വെയിലില്ലാത്ത ഫുൾ സമയത്ത് ഞാൻ അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഫുള്ള് തുറന്നിട്ട് കേട്ടോ. ഓപ്പോസിറ്റ് നമുക്ക് അപ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ റൈറ്റ് സൈഡ്, നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ റൈറ്റ് സൈഡായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതൊരു അപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ ഫുൾ ഞാനിങ്ങനെ കാണിച്ചു കേട്ടോ. അത് കണ്ടോ, ഫുൾ അപ്പാർട്ട്മെൻറ്റ്സാണ്. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിൽ മൊത്തം അപ്പാർട്ട്മെൻറ്റ്സാണ്. ഇതിനപ്പുറത്തോട്ടും ഉണ്ട്. പിന്നെ അതാ അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഫുള്ള് ഇവിടെയൊക്കെ ഇനി വരാൻ പോകുന്നു തോന്നുന്നത്. അങ്ങ് കാണുന്നത്, ഈ കാണുന്നത് മീൻസ് ദൂരെ കാണുന്നില്ലേ, അത് വില്ലയാണ് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ നമ്മളുടെ ഇത് ഞാൻ ഓൾറെഡി കാണിച്ച നമ്മുടെ ഡ്രസ്സിങ് ടേബിൾ കേട്ടോ. ഡ്രസ്സിങ് ടേബിള്. പിന്നെ ഇവിടുന്ന് ഇറങ്ങുന്നത് ബാൽക്കണി. അത് ബാൽക്കണി എപ്പോഴും കാണുന്നുണ്ടാവുമല്ലോ ബാൽക്കണി. പിന്നെ ഇതാണ് നമ്മളുടെ ബാൽക്കണിയുടെ പൊക്കത്ത് തന്നെ നമുക്ക് ബാൽക്കണിയിൽ തന്നെ എന്താണ് തുണി ഉണങ്ങാനിടാനായിട്ടുള്ള ആ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ എന്താണ് ബെഡ്റൂം അല്ല, നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ കുട്ടി സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. നമുക്ക് പ്രശ്നമില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളത് കൊണ്ട് ഇത് ഒരു കുഴപ്പമില്ല, നമ്മൾ ഒരു പ്രശ്നവുമില്ല, നല്ല സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഒത്തിരി സ്പേസിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾക്ക് എന്താ പറയുക, കിച്ചണിലായാലും നമ്മൾ ഭയങ്കര ബൾക്കായിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കുന്നില്ലല്ലോ, ഒരുപാട് പേർക്കൊന്നും. എനിക്കും ഏട്ടനും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സ്പേസൊക്കെ ഭയങ്കര എന്താ പറയുക, നമുക്ക് ആ സ്പേസ് തന്നെ ധാരാളമാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ ക്ലീനിങ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇപ്പോൾ സമയം എത്രയോ ആയിട്ടുണ്ട്, എനിക്ക് സമയം അറിയില്ല. ഓക്കെ, 11:52 കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ 12:30 ആകുമ്പോഴത്തേക്കും ലഞ്ച് കഴിക്കും. ലഞ്ചിന് ഞാൻ ഇന്ന് ഗോതമ്പ് ദോശയാണ് കഴിക്കുന്നത്. ഗോതമ്പ് ദോശ ഞാൻ ഓൾറെഡി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു, ഇന്നലെ നമുക്ക് പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പം ഇന്നലെ വൈകിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 11:45 വരെ. കാരണം ആക്ച്വലി ഇത് 11:45 തീരേണ്ട ഒരു കാര്യമല്ല. പക്ഷേ ഇന്നലെ നമ്മൾ നേരത്തെ ചേട്ടനൊക്കെ ഓഫീസിൽ നിന്ന് തിരിച്ച് വന്ന സമയത്ത് തന്നെ അവർ വിളിച്ചു കേട്ടോ. വിളിച്ചിട്ട് റെജിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അവൻ ഇന്നലെ എൻ്റെ അനിയനാണ് കേട്ടോ. അവൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ട്രിവാൻഡ്രത്തായിരുന്നു. അവൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴത്തേക്കും പിന്നെ വരുമ്പോൾ ഫുൾ ടൈം നമ്മൾ കൂടുമ്പോൾ ഒരു സെക്കൻഡ് ടൈമാണെന്ന് തോന്നുന്നു, തേർഡ് ടൈമാണ് നമ്മൾ. അവൻ എപ്പോഴും ഇവിടെ ഇല്ല കേട്ടോ. അവൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഗെറ്റ് ടുഗെദർ പോലെ ഉണ്ടാവും. അപ്പം ഇന്നലെ വൈകിട്ട് നമ്മൾ അങ്ങനെയായിരുന്നു. ഇന്നലെ ഏട്ടൻ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് പോയി. ഏട്ടൻ വന്നിട്ട് എല്ലാ വീക്കെൻഡ്സിലും കറക്റ്റായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. എല്ലാ വീക്കെൻഡിലും ഒരു ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ ആണ് ഏട്ടൻ പെട്രോൾ അടിക്കുന്നത്. അപ്പോൾ പെട്രോൾ അടിക്കാനായിട്ട് പോകുമ്പോഴേക്കും അതൊരു കുഞ്ഞ് ഔട്ടിങ് എന്നുള്ള രീതിയിൽ വെറുതെ ഞാൻ കൂടെ പോകും കേട്ടോ. വേറെ എങ്ങനെ കയറത്തൊന്നുമില്ല, വെറുതെ അങ്ങോട്ട് കൂടെ പോകും. സാറ്റർഡേ ആണ് പോകുന്നതെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുള്ളതെന്ന് വെച്ചാൽ അതുകൂടെ വാങ്ങിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്കും അവൻ വിളിച്ചു, അവൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ തിരിച്ചിങ്ങോട്ട് എല്ലാവരും കൂടെ റൂമിലേക്ക് വന്നു. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നവർ എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. പിന്നെ പിന്നെ നമ്മളങ്ങോട്ട് എൻജോയ് ചെയ്തു കുറേ നേരം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 6:45 7 മണി ആയപ്പോഴത്തേക്കും നമ്മളിവിടെ റൂമിൽ വന്നു. എന്നിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഒരു 11:45 ആയപ്പോൾ അവർ പോയി. പിന്നെ നമ്മൾ 4 പേരുണ്ടായിരുന്നു. പിന്നെയും ഞങ്ങളൊരു 12:30 വരെയൊക്കെ ഇരുന്നു. എന്നിട്ടാണ് കിടന്നത്. അപ്പോൾ ഇന്നലെ എനിക്ക് ഇന്നത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനൊന്നും റെഡിയാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വന്നിട്ട് ഞാൻ സാധാരണ വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് അരിഞ്ഞ് വയ്ക്കും, അങ്ങനെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കിയൊക്കെ വയ്ക്കും. അപ്പോൾ ഇന്നലെ ഒന്നും ചെയ്തില്ല. എനിക്ക് മുട്ട വാങ്ങിക്കണമായിരുന്നു, അതിനും പോകാൻ പറ്റിയില്ല, ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു, ഗോതമ്പ് ദോശ ഉണ്ടാക്കി കേട്ടോ. ഗോതമ്പ് ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഏട്ടന് തീരെ ഇഷ്ടമില്ല ഗോതമ്പ് ദോശ. അപ്പോൾ അതുകൊണ്ട് ഒരു തുള്ളി പോലും ഏട്ടൻ ഗോതമ്പ് ദോശയെന്ന് പറഞ്ഞാൽ പിന്നെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏട്ടൻ മടുപ്പായിട്ടാണ് കഴിക്കുന്നത്. കാരണം അത് ഇഷ്ടമാണോന്ന് അതൊന്നും മനസ്സുകൊണ്ട് ട്രൈ ചെയ്യാനായിട്ടൊന്നും ശ്രമിക്കത്തില്ല. ഇഷ്ടമല്ല, അതുകൊണ്ട് ഇഷ്ടമല്ല, കഴിക്കില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ദോശ മതി എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച്. പിന്നെ ഏട്ടന് എപ്പോഴും വലിയ ദോശ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ആ ഒരു ദോശ കഴിക്കാൻ വെച്ചുകൊണ്ടിരുന്നിട്ട് അതിനകത്തുനിന്ന് കുറച്ച് നുള്ളി പെറുക്കിയിട്ട് അവിടെ വെച്ചിട്ട് പോയത് കഴിച്ചില്ല. പിന്നെ ഉച്ചയ്ക്ക് ഇന്നലെ 2 ട്രിപ്പ് ഫുഡ് വാങ്ങി.
നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ഒരു ട്രിപ്പ് ഓൾറെഡി കഴിഞ്ഞു. പിന്നെ അടുത്ത സെറ്റ് ആൾക്കാർ വന്നപ്പോഴേക്ക് ഫുഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഫുഡ് വാങ്ങി. അങ്ങനെ ഇന്നലത്തെ എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഫ്രൈഡ് ഐറ്റംസ് അതൊന്നുമില്ല, ഗ്രിൽഡ് ഒക്കെ ആയിരുന്നു കേട്ടോ വാങ്ങിയത്. ഗ്രിൽഡ് അൽഫാം അല്ല, ഗ്രിൽഡ് കബാബ് ടൈപ്പൊക്കെ ആയിരുന്നു വാങ്ങിയത്. അപ്പോൾ അതൊക്കെ ഇന്ന് മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ എല്ലാം ലെഫ്റ്റ് ഓവർ ഇരുന്നത് ഇന്ന് ഇവർ കൊണ്ടുപോയിക്കോളാം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞാൻ ഇവിടെ വെച്ചാൽ. ഇന്നലെ ഞാൻ എല്ലാത്തിനെയും കഴിപ്പിച്ചിട്ടേ വിടത്തുള്ളായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഇല്ല നാളെ സൈറ്റിൽ ഉച്ചയ്ക്ക് ലഞ്ചിന് ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. അങ്ങനെയെല്ലാം ഞാൻ ഓവനിൽ വെച്ച് സെറ്റാക്കി ചൂടാക്കിയൊക്കെ കൊടുത്ത് റെഡിയാക്കി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ലഞ്ചിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും ഞാൻ ദോശയ്ക്ക് മാവ് ഇരിപ്പുണ്ട്, അത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരമായില്ലേ ഞാൻ കഥ പറയണം. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ ഇപ്പം ഞാൻ എന്തെങ്കിലും മൂവി ഉണ്ടോ നോക്കട്ടെ, പ്രൈമിലോ ഇതിലേതിലെങ്കിലുമൊക്കെ വല്ല മൂവി വന്ന് കിടപ്പുണ്ടെങ്കിൽ ഏത് ഭാഷയായാലും കുഴപ്പമില്ല, സമയം പോകാനായിട്ട് കാണാമെന്ന് വെച്ചു കേട്ടോ. നമുക്ക് കുറച്ച് നേരം മൂവി കണ്ടിട്ട് വരാം. നമുക്ക് ഉച്ചയായി, വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നതുകൊണ്ട് ഞാൻ പതുക്കെ ദോശയൊക്കെ ചുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഗോതമ്പ് ദോശയാണ്. അപ്പോൾ ദോശയൊക്കെ ചുട്ട് കഴിക്കാമെന്ന് ഓർത്തു. മൂവിയൊക്കെ നോക്കിയിട്ട് മൂവിയൊന്നും കണ്ടില്ല, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. കുറേ എന്തൊക്കെയോ മൂവി എനിക്ക് പിന്നെ മിക്കതും കണ്ടത് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഇനിയിപ്പം ലഞ്ചിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം 2:30 ആയിട്ടോ, നല്ല വിശക്കുന്നുണ്ട്. വിശപ്പ് നല്ലപോലെ വന്നപ്പം ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ദോശ ഉണ്ടാക്കിയിട്ട് വരാം. ഇത് ഞാൻ ഓൾറെഡി രാവിലെ ഏട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് ദോശയ്ക്കുള്ള മാവല്ല അത് തന്നെ ഗോതമ്പ് പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അതിൽ ഞാൻ ഉച്ചക്കത്തേക്ക് കൂടെ പ്ലാൻ ചെയ്ത് കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് എടുക്കുന്നത്. അപ്പം എന്തായാലും ദോശ ചൂടാം. കറി ഓൾറെഡി ചമ്മന്തി ഉണ്ടാക്കിയിരിപ്പുണ്ട്. പക്ഷെ അത് ചമ്മന്തി നല്ലതാണ്, പക്ഷെ എനിക്കതിന് എരിവ് കുറവാണ്. എനിക്ക് ചമ്മന്തിക്ക് നല്ല എരിവ് വേണം. ഏട്ടന് എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ വളരെ എരിവ് കുറച്ചായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എരിവ് കുറവായതുകൊണ്ട് എനിക്ക് ചമ്മന്തിയോട് താല്പര്യമില്ല. മുളക് ചിലപ്പോൾ ഉണ്ടാക്കും. അപ്പോൾ നമുക്കിനി വേഗം ദോശയ്ക്ക് ഉണ്ടാക്കി കഴിച്ചിട്ട് തുണി വാഷ് ചെയ്യാനായിട്ട് ഇടാം കേട്ടോ. കണ്ടോ, നമുക്ക് ഓൾറെഡി നമ്മൾ വാഷ് ചെയ്ത തുണി എടുത്തിടാനുണ്ട്. ഈ തുണിയാണെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ വാഷ് ചെയ്യാനുള്ള തുണിയൊക്കെ നമ്മുടെ മെഷീനകത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ടാണ് കൊണ്ടുപോകാറ്. പക്ഷേ അത് എന്താ പറ്റിയേ, നമുക്ക് ലോണ്ട്രി ബാഗ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി അതിനകത്ത് വാഷ് ചെയ്ത് കിടക്കുന്നതും കൊണ്ടും നമുക്ക് സ്പേസ് ഇല്ലായിരുന്നു. പിന്നെ ഇത് ഫ്ലവർ ഉണ്ട്. ഇതെനിക്ക് ഏട്ടൻ തന്ന ഫ്ലവറാണ് കേട്ടോ, വാലന്റൈൻസ് ഡേക്ക്. പക്ഷേ ഞാനത് കളയാതെ ഇതിങ്ങനെ ഉണങ്ങിയിരിക്കാൻ. ഇനി പറ്റുവാണെങ്കിൽ അതിനെ പ്രിസർവ് ചെയ്യാനായിട്ട് നോക്കണം. അത് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്ത് നോക്കണം, അങ്ങനെയുള്ളവർ. പിന്നെ ഇത് ഞാൻ ഇത്രയും വലിയൊരു ഇതാണ് കേട്ടോ മേടിച്ച് വെച്ചിരിക്കുന്നത്. കാരണം ഇത് നമുക്ക് ലുലുന്ന് ഓഫറിൽ കിട്ടിയതാണ്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് അതെ 3+2 5 kg ഇതാണ് കേട്ടോ. 5 kgക്ക് 400 സംതിങ് ആയിരുന്നു, 460 480 എന്തോ ആയിരുന്നു, 480. അപ്പോൾ നമുക്ക് ഭയങ്കര ലാഭത്തിൽ ഇത് കിട്ടിയത് കൊണ്ട് ഞാനിത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഡെയിലി വാഷ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ടല്ലോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്ഥിരം കംഫർട്ട് സ്മെല്ല് വേണമല്ലോ. പിന്നെ ക്രിസ്പ് ആൻഡ് ഷൈൻ ഏട്ടൻ്റെ ഷർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നല്ല വെയിൽ വന്നു. കൃത്യം ഞാൻ തുണി വിരിക്കാൻ വന്നപ്പോൾ തന്നെ വെയിൽ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം എന്തായാലും വിരിച്ചിട്ട് ഞാൻ കയറിപ്പോട്ടെ. എൻ്റെ വൈസ് ഫുള്ള് വെയിലടിക്കണുണ്ടോ, അത്രയ്ക്ക് ചൂടായി, പെട്ടെന്നാണ് ചൂടടിച്ചത് കേട്ടോ. ഹലോ, അപ്പം ഞാൻ വൈകുന്നേരം കേട്ടോ. അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് നടക്കാനായിട്ട് ഇറങ്ങുവാണ്. അപ്പം ഞാൻ രാവിലെയും വൈകിട്ടും നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു 45 മിനിറ്റ്സ് നടക്കണം. അപ്പോൾ ഏട്ടൻ വരുന്നതിന് മുമ്പുള്ള ഒരു 45 മിനിറ്റ്സ് ഞാൻ റെഡി ആയിട്ട് ഇറങ്ങും. അപ്പോൾ എനിക്ക് ഏട്ടൻ വരുന്ന കൂടെ കയറാമല്ലോ. അപ്പോൾ ഇന്ന് പുറത്ത് പോകണം, കടയിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിക്കാനായിട്ട് കേട്ടോ. വേറൊന്നുമില്ല, മുട്ട, പാല്, ബ്രെഡ്, പിന്നെ തക്കാളി, സവോളയും 5 സാധനം എനിക്ക് വാങ്ങിക്കാനുള്ളത്. വേറൊന്നുമില്ല, ഞാൻ കറക്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ്. കാരണം അപ്പം വേറെ ഒന്നിലേക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ വേഗം റെഡി ആവട്ടെ കേട്ടോ. റെഡി ആവാനൊന്നുമില്ല, അതെ പ്രത്യേകിച്ച് റെഡി ആവാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പൊട്ടൊക്കെ തൊട്ട് സെറ്റായി വിളക്ക് കത്തിക്കണം കേട്ടോ. അപ്പം ഒരു 5 മിനിറ്റ് പ്രെയർ ടൈം ഉണ്ട്.
അത് കഴിഞ്ഞ് വിളക്കൂടെ കത്തിച്ചിട്ട് ഞാൻ ഇറങ്ങും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ ഓൾറെഡി 5:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളക്കൂടെ കത്തിച്ചിട്ട് ഇറങ്ങും കേട്ടോ. ഏത് ഡ്രസ്സ് ഇട്ടാലും പുട്ട് തൊടുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ? എനിക്കിഷ്ടമാട്ടോ പുട്ട് തൊടാൻ. അപ്പോൾ ഞാൻ വേഗം തന്നെ വിളക്കൊക്കെ കത്തിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ പ്രയറൊക്കെ കഴിഞ്ഞ് ഓൾ സെറ്റ്. ഇനി നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നല്ല മഴക്കാറുണ്ട്. എന്താവുമെന്ന് അറിയില്ല. മഴ പെയ്യുവാണെങ്കിൽ പെയ്തോട്ടെ, നല്ല സുഖമല്ലേ. അപ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എന്നിട്ട് ആ വഴി കടയിലും പോയിട്ട് തിരിച്ചു വരാം. പിന്നെ പതുക്കതാ റെഡിയായി താഴോട്ട് നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ. ഇതിലിപ്പം നോക്കട്ടെ, എൻ്റെ കൈ നമ്മളുടെ പവർ ബട്ടണിൽ ഞെക്കി ഇപ്പോൾ ഫോൺ ഓഫായിനി. പക്ഷെ ആയില്ല, അതിന് മുമ്പ് തന്നെ ഞാൻ കാണിച്ചു കേട്ടോ. നല്ല കാറ്റുണ്ട് കണ്ടോ, മരങ്ങളൊക്കെ നിന്നാടുന്ന കണ്ടോ, നല്ല കാറ്റുണ്ട്. ഞാൻ എന്തായാലും ഇറങ്ങട്ടെ കേട്ടോ. ഇറങ്ങി നടക്കട്ടെ. നടക്കുമ്പോഴേക്കും ഏട്ടൻ വരും. എന്തായാലും 45 മിനിറ്റ്സ് എനിക്ക് നടക്കാൻ വേണമല്ലോ. ആ സമയത്തിന് ഏട്ടൻ വന്നാൽ മതി. ഷൂഷൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് നടക്കാനായിട്ട്. നമുക്ക് നടക്കാം. നല്ല കാറ്റാണ് കേട്ടോ. നല്ല മഴ വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം നടന്നിട്ട് വരാം. നടന്നിട്ട് ഏട്ടൻ പോകുന്നോന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും 45 മിനിറ്റ്സ് എനിക്ക് വേണം. അപ്പോൾ ഞാൻ നടന്നിട്ട് വരാം. എന്നിട്ട് കടയിൽ പോകണം, ചായ കുടിക്കാൻ പോകാമെന്ന് ഏട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നടന്നിട്ടൊക്കെ വരാം കേട്ടോ. നടന്ന് നല്ല കാറ്റുണ്ട് ഇവിടെ. നല്ല കാറ്റ് വന്ന് ഇവിടെ ഫുള്ള് മരങ്ങളാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഫുള്ള് മരങ്ങളാണ്. അപ്പോൾ നമുക്ക് കാറ്റ് വരുമ്പോൾ നല്ല രസമാണ്. നല്ല രീതിക്ക് കാറ്റ് കിട്ടും. ഇതുണ്ടോ, ഇവിടെ ഫുള്ള് മരങ്ങളാണ് കേട്ടോ. നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്. ഇതവിടെയൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നടക്കുന്ന കൂട്ടത്തിലുള്ള ആൻറ്റിമാരും ഒക്കെയാണ്. അത് ആ ഗ്രീൻ നെറ്റ് കെട്ടിയിരിക്കുന്ന അതിൻ്റെ അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. അവിടെ പണി നടക്കുവാണ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അവിടെയൊക്കെ ഫുള്ള് ഇത് കണ്ടോ, ഇതൊക്കെ അപ്പാർട്ട്മെൻറ്റ്സാണ്. ഫുൾ കമ്മ്യൂണിറ്റി നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിനുള്ളിൽ ഫുള്ളിങ്ങനെ കംപ്ലീറ്റ് മരങ്ങളാണ്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയാണ്. നല്ലൊരു എന്താണ്, നല്ല ഫ്രഷ് എയർ ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഇപ്പോൾ അത്ര ഫ്രഷ് എയർ അല്ല, അത് അവിടെ പണി നടക്കുന്നുണ്ട്. നല്ല പൊടിയുള്ള എയറാണ് ഇപ്പോൾ കിട്ടുന്നത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് നടന്നിട്ട് വരാം. അങ്ങനെ നടന്ന് സമയമൊക്കെ നല്ല ഇരുട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ എൻ്റെ 45 മിനിറ്റ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ എന്താ തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതുണ്ടോ, നല്ല രസമുണ്ട് രാത്രി കാണാൻ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ. അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് ഇതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. അപ്പം എന്താണ് മഴ പെയ്യും എന്നൊക്കെ കാത്തിരുന്നു. പക്ഷെ മഴയൊന്നും പെയ്തില്ല. ഇനി കുറച്ച് നേരം ഇനി എന്താണ് ഏട്ടൻ വരാൻ ഇത്തിരി ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ഈ സ്ഥിരം ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ഡോറ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഇതിൽ കീ ചെയിൻ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ഈ കീ ഇതിൽ തന്നെ അങ്ങ് വെച്ചിട്ട് ഡോറിൽ തന്നെ വെച്ചിട്ട് കയറി പോകുന്ന എൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എന്താണ് ബുദ്ധിപരമായിട്ട് ഇന്ന് കീ ഊരി എടുത്തുകൊണ്ട് തന്നെ വരുന്നത്. അപ്പോൾ തിരിച്ച് ഞാൻ റൂമിൽ വന്നിട്ട് ഇങ്ങനെ ബാൽക്കണിയിൽ വന്ന് കാറ്റ് കൊണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ല കാറ്റുണ്ട്, പക്ഷെ മഴ പെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു നല്ല രീതിക്ക് മഴ പെയ്യുമെന്ന് തോന്നുന്നു. കാരണം നല്ല കാറ്റുണ്ട്. ഏട്ടന് സൈറ്റിലൊക്കെ നല്ല മഴയാണെന്ന് പറഞ്ഞു വിളിച്ചപ്പം. അപ്പം നമുക്കും മഴ വരട്ടെ ഞാൻ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ വന്നില്ല മഴ. ഉച്ചയായപ്പോൾ തൊട്ട് രാവിലെ തൊട്ട് വരുമെന്ന് ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വന്നിട്ടില്ല. അപ്പം നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റാണ്, നല്ല സുഖമുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നല്ല എന്താണ് ഹെവി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ കഴിക്കില്ല കേട്ടോ. ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്തായാലും ഒരു ചായ കുടിക്കാമെന്നൊക്കെ ഓർത്തതാണ്. ഇപ്പോൾ ചായ കുടിക്കാനായിട്ട് 8 മണി വരെ വെയിറ്റ് ചെയ്യണം. 8 മണി ആവുമായിരിക്കും ഏട്ടൻ വരുമ്പോഴേക്കും. ബാൽക്കണിയിൽ നിന്ന് നല്ല കൊതുകടി കൊണ്ടപ്പോഴത്തേക്ക് ഞാൻ പിന്നെ തിരിച്ച് കയറി പോകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് നിർത്തുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ല ലെങ്ത് ആയിട്ടുണ്ട് ഇപ്പം തന്നെ. അപ്പം ഞാനിത് എങ്ങനെയെങ്കിലും അത്യാവശ്യം ലെങ്ത് കുറയ്ക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പം ഏട്ടൻ വരുന്നിട്ട് എന്തായാലും ഞാൻ പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കും. അപ്പം ഞാനതൊരു എന്താണ്
വേറൊരു വീഡിയോ ആയിട്ട് ഞാനൊരു കുട്ടി വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ എന്തായാലും. കാരണം അല്ലെങ്കിൽ ഭയങ്കര ലെങ്തായി പോവും. ഓൾറെഡി എനിക്ക് എൻ്റെ വീഡിയോസ് കാണാൻ ആരുമില്ല, പിന്നെ ഞാൻ ഇത്രയും ലെങ്ത് കൂടി ഇട്ടാൽ ഒരു മനുഷ്യ കുഞ്ഞു കൂടെ തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.